ഡിസംബർ 25 ലോകം യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിനമാണ്. ആദ്യകാലത്ത് ജൂലിയൻ കലണ്ടർ പ്രകാരം ജനുവരി 7-നാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. 1923 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സഭയിൽ ക്രമീകരണങ്ങൾ വന്നതോടെ 13 ദിവസത്തെ വ്യത്യാസത്തിൽ ക്രിസ്മസ് ആഘോഷ ദിനം ഡിസംബർ 25 മാറി വന്നു. എന്നാൽ ഡിസംബർ 25-നാണോ ശരിക്കും ക്രിസ്തു ജനിച്ചത്? വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവദൂതൻ ആട്ടിടയന്മാരുടെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. ഇടയന്മാർ ആട്ടിൻപറ്റത്തിന് രാത്രി കാവലിരുന്ന് കാണുന്നത് കൊടും തണുപ്പുള്ള ഡിസംബർ മാസത്തിൽ ആയിരിക്കില്ലെന്ന് പഠനങ്ങൾ പറയുന്നു. തണുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒക്ടോബറിലോ അതിനു മുമ്പുള്ള 3 മാസങ്ങളിലോ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അഗസ്തൂസ് കൈസർ പ്രഖ്യാപിച്ചിട്ടുള്ള സെൻസസിൽ പേര് ചേർക്കുന്നതിനായിട്ടാണ് ജോസഫും മറിയാമും ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചത്. സെൻസസ് തീരുമാനിച്ചിരുന്നത് ജനങ്ങൾക്ക് ക്ലേശമില്ലാതെ യാത്ര ചെയ്യാൻ കൂടി അനുയോജ്യമായ കാലത്തായിരിക്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വസന്തകാലത്തോ ശരത്കാലത്തോ ആയിരിക്കാം അന്ന് സെൻസസ് നടന്നതെന്ന് അനുമാനങ്ങൾ ഉണ്ട്. ശീതകാലം തിരഞ്ഞെടുക്കാൻ സാധ്യത താരതമ്യേന കുറവാണ്. അങ്ങനെയെങ്കിൽ സെൻസസ് നടത്തിയത് മാർച്ച് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ ആയിരിക്കാനാണ് സാധ്യത. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ സക്കറിയ പുരോഹിതന് ദർശനം നൽകുന്ന ദൂതൻ മറിയാമിന് പ്രത്യക്ഷനാകുന്നത് അതിനും 6 മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴാകട്ടെ ഏലിശബ 6 മാസം ഗർഭിണിയാണെന്ന് ദൂതൻ മറിയാമിനോട് പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ദൂതൻ സക്കറിയ പുരോഹിതനെ കാണുന്നതിന് ശേഷം 15-ാം മാസത്തിലായിരിക്കണം യേശുവിന്റെ ജനനം. ലേവി ഗോത്രത്തിൽ അബിജ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു സക്കറിയ എന്നതിനാൽ ബലി അർപ്പിക്കേണ്ട മുറ വരുന്നത് മെയ് അല്ലെങ്കിൽ നവംബർ മാസത്തിലാണ്. അത്തരത്തിൽ കണക്ക് കൂട്ടിയാൽ യേശുവിന്റെ ജനനം മാർച്ച് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ നടന്നതായി കണക്കാക്കുന്നു. ബേത്ലഹേമിൽ കാണപ്പെട്ട പ്രത്യേക നക്ഷത്രത്തെക്കുറിച്ച് നടന്ന പഠനങ്ങൾ നൽകുന്ന സൂചനയും കാണുന്നത് മാർച്ച് ഏപ്രിൽ മാസം എന്നാണ്. ഇതൊക്കെ പരിഗണിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് യേശു ജനിച്ചത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസമാണ് എന്ന് തന്നെ. യേശുവിന്റെ ജനന പെരുന്നാളായ ക്രിസ്മസ് ഡിസംബർ 25 ആയതിനെക്കുറിച്ചും ചരിത്രകാരന്മാർ ചിലത് പറയുന്നുണ്ട്. റോമ സാമ്രാജ്യത്തിൽ ഡിസംബർ 17 മുതൽ 25 വരെ തണുപ്പ് കാലം അവസാനിക്കുന്നതോടൊപ്പം ശനിദേവന് നന്ദി പറയുന്ന ജാതീയ ആഘോഷകാലമാണ്. രുചിയേറിയ ഭക്ഷണത്തോടൊപ്പം വിലയേറിയ സമ്മാനങ്ങളുടെയും സമയമാണത്. ഏറ്റവും കുറവ് പകൽ സമയമുള്ള ദിനമാണ് ഡിസംബർ 25. അന്നു മുതൽ പകൽ കൂടാൻ തുടങ്ങും. ആകയാൽ ഡിസംബർ 25 സൂര്യദേവന്റെ പിറന്നാളായി ആഘോഷിച്ചു വന്നിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ റോമ ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസ് ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തുമതം ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ വിജാതീയർക്കും ക്രിസ്തുമതം അംഗീകരിക്കേണ്ടി വന്നു. AD 336 ഡിസംബർ 25 ജാതീയ ദൈവങ്ങളുടെ ആഘോഷങ്ങൾക്ക് പകരമായി ക്രിസ്മസ് ആഘോഷം നടന്നതായി കാണുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിന് വിജാതീയരുടെ ആഘോഷ ദിനമായ ഡിസംബർ 25 ചക്രവർത്തി തിരഞ്ഞെടുത്തത് ക്രിസ്തുമതത്തിലേക്കുള്ള വിജാതീയരുടെ പരിവർത്തനത്തിന് സഹായിച്ചു. ആ കണക്ക് പ്രകാരം മാർച്ച് 25 മറിയാമിനോടുള്ള അറിയിപ്പും ശേഷം 9 മാസം കഴിഞ്ഞ് ക്രിസ്മസ് ക്രിസ്തുവിന്റെ ജനനവുമായി ക്രമീകരിക്കപ്പെട്ടു. AD 432 ആയപ്പോഴേക്കും ഈജിപ്തിലേക്കും മധ്യയുഗകാലങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്കും ഈ ആഘോഷം വ്യാപിച്ചു. 9-ാം നൂറ്റാണ്ട് വരെ ക്രിസ്മസ് ഇന്ന് കാണുന്ന രീതിയിലുള്ള അലങ്കാരങ്ങളോടെയുള്ള ആഘോഷമായിരുന്നില്ല. അതാകട്ടെ ആരംഭിച്ചത് ജർമ്മനിയിലാണ്. 17-ാം നൂറ്റാണ്ടിലുണ്ടായ മതപരമായ മാറ്റങ്ങൾ ക്രിസ്മസ് ആഘോഷത്തെയും ബാധിച്ചു. ഒലിവർ ക്രോംവെൽ, പ്യൂരിറ്റൻസ്, ചാൾസ് രണ്ടാമൻ എന്നിവരുടെ ഭരണകാലത്ത് ക്രിസ്മസ് ആഘോഷം നിരോധിക്കപ്പെട്ടു. അമേരിക്കൻ വിപ്ലവത്തിന് ശേഷം 1870 ജൂൺ 26 വരെ അമേരിക്കയിലും സ്ഥിതി ഇതുതന്നെയായിരുന്നു. പിന്നീട് ഡച്ച് കുടിയേറ്റത്തോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അമേരിക്കയിൽ പുനരാരംഭിക്കുകയും ക്രിസ്മസ് ദിനമായ ഡിസംബർ 25 പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തത്. ക്രിസ്മസ് രാവിൽ
സൂര്യാസ്തമയത്തോടെ ആഘോഷങ്ങൾ ആരംഭിച്ചു വന്നതിനാൽ ക്രിസ്മസ് ഈവ് പാരമ്പര്യത്തിനും ഇത് കാരണമായി. ദിവസത്തിന്റെ ആരംഭം സന്ധ്യ മുതൽ എന്ന യഹൂദ പാരമ്പര്യവും ഇതിന് പിന്നിലുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരിൽ നിന്നുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ വേരുകൾ കാണാനാവുക. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് പോർച്ചുഗീസ് അധിനിവേശം ഏറെ കാണപ്പെട്ട ഗോവയിലാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന മേഖല മേഘാലയ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചതോടെ അവിടെയും ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷങ്ങൾ കണ്ടു തുടങ്ങി. യേശുവിന്റെ ജനനം മുതൽ മരണം വരെ അനുസ്മരിക്കുന്ന സഭയുടെ ഒരു വർഷത്തെ ആരാധനാ ക്രമീകരണങ്ങളിൽ ക്രിസ്മസ് ഡിസംബർ 25 ക്രമീകരിക്കപ്പെട്ടു വരികയും ചെയ്തു. ഇന്ന് ഡിസംബർ 25 ലോകം ഒന്നായി ഏറെ ഒരുക്കത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്ന് ജനിച്ചു എന്ന ചിന്തയ്ക്കും അതീതമായി ഇന്നെന്ന പോലെ ഒരു ദിവസം രക്ഷകൻ ജനിച്ചു എന്ന് പ്രഘോഷിക്കുന്ന ദിനമാണ് ലോകമെമ്പാടും ഇന്ന് ഡിസംബർ 25. Jesus Christ was born on Christmas Day, and man will live